അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്വഹ്ബിഹി വമനിത്തബഅ സുന്നതഹു വഖ്തഫാ അഥറഹു അമ്മാ ബഅദ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹിതരാവുന്നതോടുകൂടി പവിത്രമായ ഒരു ബന്ധത്തിനാണ് തുടക്കമിടുന്നത്. ഒരു വേള ഈ ദമ്പതിമാർ തമ്മിൽ വേർപിരിഞ്ഞാലും അവർ തമ്മിലുള്ള വിവാഹത്താലുണ്ടായിത്തീർന്ന ആ ബന്ധം നിലനിൽക്കും. വിവാഹബന്ധം കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ് ചില ബന്ധുക്കളെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത്. സത്യവിശ്വാസിക്ക് മഹറം ആയവരോടല്ലാതെ ഇടകലരാവതല്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് തനിക്ക് മഹറമായിട്ടുള്ളവരെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതും ആണ്. അതേപോലെ അന്യനാട്ടിലേക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോലും പെൺകുട്ടികളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യിക്കുന്ന രക്ഷിതാക്കളും ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതും ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണെന്ന് സന്ദർഭോചിതം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ഒരു സ്ത്രീക്ക് മഹറം? അടുത്തിടപഴകാനും കൂടെ യാത്ര ചെയ്യാനും ഒരു സ്ത്രീക്ക് ആരുടെയെല്ലാം കൂടെ പറ്റും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സത്യവിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായവർ അഥവാ മഹറം അല്ലാത്തവരെല്ലാം അന്യപുരുഷന്മാർ തന്നെയാണ്. ഒരു സ്ത്രീക്ക് 3 വിഭാഗം ആളുകളിലൂടെയാണ് മഹറമായ ആളുകളെ ലഭിക്കുന്നത്. 1 രക്തബന്ധത്തിലൂടെ, 2 മുലകുടി ബന്ധത്തിലൂടെ, 3 വിവാഹബന്ധത്തിലൂടെ. ആരൊക്കെയാണ് വിവാഹബന്ധം നിമിത്തം സ്ത്രീക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവർ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഭർത്താവിൻ്റെ പിതാവാണ്, അഥവാ നമ്മുടെ ഭാഷയിൽ അമ്മോശൻ. ഓർക്കുക, സ്ത്രീക്ക് ഭർത്താവിൻ്റെ പിതാവ് വിവാഹബന്ധം നിഷിദ്ധമായ പോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ പിതാവും ഭർത്താവിൻ്റെ മാതാവിൻ്റെ പിതാവും എത്ര മുകളിലോട്ട് പോയാലും അവരെല്ലാം സ്ത്രീക്ക് മഹറമുകൾ തന്നെയാണ്. 2 മകളുടെ ഭർത്താവ് അഥവാ മരുമകൻ. സ്ത്രീക്ക് തൻ്റെ മകളുടെ ഭർത്താവ് നിഷിദ്ധമായ പോലെ തന്നെ തൻ്റെ മകൻ്റെയും മകളുടെയും പെൺമക്കളുടെ ഭർത്താക്കളും ഇവർ എത്ര കീഴ്പോട്ട് പോയാലും അവൾക്ക് ഹറാമ് തന്നെയാണ്, മഹ്റമുകൾ തന്നെയാണ്. 3 ഭർത്താവിന് വേറെ ഭാര്യയിലുള്ള മകൻ. ഭർത്താവിൻ്റെ മകന് പുറമെ ഭർത്താവിൻ്റെ മകൻ്റെ ആൺമക്കൾ, അതുപോലെ ഭർത്താവിൻ്റെ മകളുടെ ആൺമക്കളും ഇവർ എത്ര തന്നെ കീഴ്പോട്ട് പോയാലും മഹറമുകൾ തന്നെയാണ്. ഓർക്കുക, ഈ 3 ബന്ധങ്ങളും നിക്കാഹ് കഴിയുന്നതോടെ സ്ഥിരപ്പെടുന്നതാണ്. 4 ഉമ്മയുടെ ഭർത്താവ് അഥവാ സ്വന്തം ബാപ്പയല്ലാത്ത ഉമ്മയുടെ ഭർത്താവ്. പക്ഷേ അദ്ദേഹം അവൾക്ക് മഹറമാവണമെങ്കിൽ ഉമ്മയും അയാളും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടണം, എന്നാലേ സ്ഥിരപ്പെടൂ എന്ന നിയമം ശ്രദ്ധയിലുണ്ടാവണം. ഇനിയാണ് വിഷയത്തിൻ്റെ കാതൽ. സ്ത്രീകളുടെ മഹറം എന്ന പട്ടികയിൽ മാതൃസഹോദരിമാരുടെ അഥവാ എളാമ മൂത്തമ്മയുടെ ആൺമക്കളിൽ ഒരാളും ഇല്ല. അതുപോലെ പിതൃസഹോദരൻ്റെ അഥവാ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ ആൺമക്കളും ഇല്ല. ഇതേ പ്രകാരം മാതൃസഹോദരന്മാരുടെയോ പിതൃസഹോദരിമാരുടെയോ അഥവാ അമ്മാവന്മാരുടെയോ അമ്മായിമാരുടെയോ ആൺമക്കളും ഇല്ല. കൂടാതെ സഹോദരിയുടെ ഭർത്താവ് ഇല്ല, ഭർത്താവിൻ്റെ സഹോദരന്മാരോ അവരുടെ ആൺമക്കളോ ഇല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം സ്ത്രീക്ക് അന്യപുരുഷന്മാർ ആണെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. ഇവരോട് മഹറമുകളെപ്പോലെ അടുത്ത് ഇടപഴകാനോ ഇവരോടൊപ്പം ഒറ്റയ്ക്കാകാനോ ഇവരോടൊത്തിരുന്ന് യാത്ര ചെയ്യാനോ
ഇവർക്ക് കൈ കൊടുക്കാനോ ആവശ്യമില്ലാതെ സംസാരിക്കാനോ സംസാരിക്കുമ്പോൾ തമാശ രൂപത്തിൽ തൊടാനോ അടിക്കാനോ പാടുള്ളതല്ല. എല്ലാം കഠിനമായ തെറ്റ് തന്നെയാണ്. ഇത്തരം പ്രവണതകൾ സമുദായത്തിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും അറിഞ്ഞും അറിയാതെയും നാൾക്ക് നാൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവൻ എനിക്ക് മകനെപ്പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെയാണെന്നൊക്കെയാണ് ഇത്തരക്കാരുടെ ന്യായവും വാദവും. ഇത് സമൂഹത്തിൽ സർവ്വവ്യാപകമായി പ്രകടമായി കാണപ്പെടുന്നത് കൊണ്ട് ജനങ്ങൾ ഗൗരവമായി എടുക്കാതെ പോകുന്നു. പലപ്പോഴും തിന്മകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വഴിപിഴച്ചവനായി മുദ്ര കുത്തുന്നു. അള്ളാഹുവിൻ്റെ അതിർത്തി വരമ്പുകൾ ലംഘിക്കുമ്പോൾ അതിൻ്റെ തിക്തഫലം സമൂഹം അനുഭവിക്കേണ്ടി വരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലഅൻ യുത്അന ഫീ റഅസി റജുലിൻ ബിമിഖയത്തിൻ മിൻ ഹദീദിൻ ഖൈറും മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. അഥവാ തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുന്നതാണ് അയാൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊരു ഹദീസ് കൂടെ കാണുക. ലാ യഖ്ലുവന്ന റജുലും ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ വലാ തുസാഫിരിൽ മർഅതു ഇല്ലാ മഅ ദി മഹ്റമിൻ. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല മഹറമായവരോടൊപ്പമല്ലാതെ. മഹറമിനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പാടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം എന്നിവർ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സമുദായത്തെ സർവാധിനാഥൻ നല്ലതിൽ വഴി നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിടുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.